സുഹൃത്തുക്കളെ പിന്നെ ഇവിടെ തന്നെയാണ് കോട്ടക്കൽ, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇത് എന്താ പറയുക, ഒരു ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ, എൻ്റെ ഒപ്പം കുട്ടിയസനും ഉണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കെല്ലാം കുട്ടിയ സന്തോഷമല്ലേ? വളരെ സന്തോഷമാണ്. സന്തോഷം പ്രൊമോട്ട് ചെയ്യാം. ആണ് നമ്മളെ ഏറ്റവും വലിയ. ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കുട്ടി ചില ഇലകള് എന്തൊക്കെ കച്ചവടം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞേ. ചീര ഉണ്ടാവും, പച്ചയും ചോപ്പ് ചീര, അല്ല കോഴിമുട്ട കരിയായിട്ടാണ് ഉണ്ടാവാറ്. പിന്നെ ഉലുവച്ചീരൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ പാലക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇന്നിപ്പോ എന്താണ്? ഇന്ന് എന്താണ് പറഞ്ഞു കൊടുക്കുക? ഇത് നാടൻ കോഴിമുട്ടയാണ്. ഇന്ന് നാടൻ കോഴിമുട്ട. ഇത് വീട്ടിലുള്ളതാണ്. നിങ്ങളെ വീട്ടിലത്തെ ആണോ? കോഴി വളർത്തലുണ്ടോ? ആണോ? എനിക്ക് പിന്നെ ചേച്ചിനോടുള്ള ഇഷ്ടം എന്താ പറയുക കുട്ടസാ, പിന്നെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ബാങ്കിൽ എന്താണ്? ക്ലീനിങ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആ ജോലി കഴിഞ്ഞ ശേഷം പിന്നെ ഉള്ള സാധനമായിട്ട് വന്ന് നാടൻ സാധനങ്ങൾ ജനം കൊടുക്കുന്നു. അത് നോക്കണം. അത് നമുക്ക് ഇഷ്ടല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. കാരണം എന്താ വെച്ചാല് അധ്വാനിക്ക. അതായത് ഒരാള് സാധാരണ എങ്ങനെ മേനൽക്കാർ കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കുക. പക്ഷെ ഇതല്ല, ഇത് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ ഉപജീവിതം കഴിയുക. ഉപജീവനത്തിന് വേണ്ട സാധനമാണ്. വലിയൊരു സമ്പന്നതൊന്നുമല്ല. എന്നാലുള്ള എങ്ങനെയുണ്ട് കച്ചവടം ചേച്ചി? കുഴപ്പമില്ലാണ്ട് പോണു. ആണോ? എന്താ നിങ്ങൾ എപ്പോഴാ വരല് ഇവിടെ? എത്ര നേരെയാണ് അവിടുത്തെ ജോലി, ക്ലീനിങ് ജോലി? അത് സമയം പോലെ. കാരണം ഇപ്പൊ അവിടെ സ്ഥിരമൊന്നുമല്ലല്ലോ. അല്ലല്ല, താൽക്കാലികമാണ്. കേൾക്കുമ്പോ ആളുകൾ വിചാരിക്കേ 5 കൊല്ലമായിട്ടുണ്ട് അവിടെ. 5 കൊല്ലം. പക്ഷെ എനിക്ക് അവിടെ സ്ഥിരാവില്ല, എന്റെ പ്രായം കഴിഞ്ഞോണ്ട് സ്ഥിരാവില്ല. ദിവസവേതന ആണ് 200 രൂപ ദിവസം. പേര് ഗംഗ. ഗംഗ ചേച്ചി. ആകെ 200 രൂപ അവിടെ നിന്ന് കിട്ടണം എന്നെ ദിവസം. അത് ലീവ് എടുത്താൽ ഉണ്ടാവൂല. അയ്യോ. അപ്പൊ ഇത് എത്ര നാളായി ഇവിടെ? ഞങ്ങളെ കോട്ടയം 5 വർഷമായി. 5 അല്ല, 5-ലേറെയായി. ഞാൻ ഇവിടെ ഉദ്യാനപാതയിലാണ് എന്റെ വീട്. അവിടെ വന്നിട്ട് ഞാനിത് 7ാമത്തെ കൊല്ലം. ഉദ്യാനപാതയിൽ ഇവിടെ വന്ന് വീടായതിന്റെ ശേഷമുള്ള പരിപാടിയാണ്. ആണല്ലേ? എവിടുന്ന സാധനം കൊണ്ടുവരുന്നത്? അല്ല, എന്റെ വീട്ടിലുള്ള കോഴി എത്ര? ഒന്നിന് 10 രൂപ. 10 രൂപ. 10 രൂപ ഉള്ളൂ? 10 രൂപ. പ്രേരണ എന്താണ്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എനിക്കൊന്നും ഇംഗ്ലീഷൊക്കെ നന്നായിട്ടേ. ഞാന് പണ്ടത്തെ പ്രീ ഡിഗ്രിയാ. ഡിഗ്രി പഠിച്ചിട്ടുണ്ടേ. ആലോചിച്ചോക്കെ. കഴിഞ്ഞ 81-ലായിരുന്നു. 10ാം ക്ലാസ്. 81-ല്. 10ാം ക്ലാസ് പറഞ്ഞാല് ഇന്നത്തെ ഡിഗ്രി ഏതായിരുന്നു വിഷയം? ഞാന് എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ്. അപ്പൊ 20 മുട്ട ഉണ്ടല്ലേ? 20 മുട്ടക്ക് എത്ര വരേണ്ടത്? 20 മുട്ടക്ക് എത്ര? 200 രൂപ. 200 രൂപ. വാക്ക് വേറെ എന്താ പറയ? അല്ല, നിങ്ങളെന്താ വെച്ചാൽ തന്നാളിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അങ്ങനെ പറയാട്ടിയൊന്നും ഒന്നുമില്ലല്ലേ? പ്രയാസമില്ല. ഞാൻ എന്തെന്നാലും നിങ്ങൾ സ്വീകരിക്കോ? പിന്നെന്താ? വലിയ നോട്ട് കാണിച്ച് പേടിപ്പിക്കരുത്. എന്താ പറഞ്ഞ വലിയ നോട്ട്? അതെന്താ ചേഞ്ച് ഇല്ല? വേറെ ഇല്ലേ? ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാ? ബൈക്കാണ്. അത് മേടിക്കുന്നോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടോ? ഇതെന്താ സംഭവം പറയണം? അത് നമ്മള് വെറുതെ രസമായിട്ട് സന്തോഷം. ഞാൻ വാങ്ങില്ല. അതാണ് ചേച്ചിയുടെ നാച്ചുറൽ. അത് അറിയാൻ വേണ്ടിയാണ് സാധനം മേടിച്ചു. അപ്പൊ നിങ്ങൾ ആഗ്രഹം എന്താ? സാധനം മേടിക്കുക ആൾക്കാർ അല്ലേ? സാധനം വാങ്ങാൻ കാശ്. ഓക്കെ റെഡി. എന്നാ 200 രൂപ ചേഞ്ച്. ഗൂഗിൾ പേ ഉണ്ടോ? ജിപേ ഉണ്ടോ? എന്നാ ജിപേ ചെയ്യാം. അതായത് ഇന്നത്തെ കച്ചവടം, ചേച്ചിന്റെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. കാരണം മാഷന്നെ അത് മേടിച്ചതുകൊണ്ട് ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ്. പക്ഷെ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളെ പിന്നത്തെ 200 രൂപേന്റെ മുട്ടയ്ക്ക് 500 കൊടുത്തിട്ട് 300 നമ്മളൊരു ഇതായിട്ട് കൊടുത്തപ്പോ ചേച്ചി അത് മേടിച്ചില്ല. കാരണം അതാണ് ചേച്ചിന്റെ ഒരു ആ അധ്വാനിക്കുന്ന കാശ് മതി എന്നുള്ളതാണ് ചേച്ചി പറയുന്നത് അല്ലേ? ചേച്ചി അത് മതി അല്ലേ? അതിന്റെ ഒരു നാച്ചുറലാണത്. ഇത് മറ്റുള്ളവർക്ക് ഒരു മെസ്സേജാണ്. ഈ വെറുതെ ഇരുന്ന് ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു മെസ്സേജാണ്. ഇതൊരു കുറവോ നാണമാണെന്ന് കരുതേണ്ട ആവശ്യമില്ല. എന്നാ പോവാ കുട്ടി സാ? ഓക്കെ. കൊട്ടക ബൈപ്പാസിൽ ഒയാസസിന്റെ ഓപ്പോസിറ്റ് ചേച്ചി ഉണ്ടാവും. നിങ്ങൾ സാധനം വാങ്ങിച്ചാൽ മതി. അത് മാത്രമേ ഉള്ളൂ കേട്ടോ.